ഇന്നത്തെ രണ്ടാമത്തെ സെഷൻ 12 മണിയായി. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഫോക്കസ് അതിൻ്റെ റിവഞ്ച് എപ്പോഴെങ്കിലും ആക്റ്റീവ് ആവാം. ഇപ്പോൾ ലൂസ് വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴും ഫുൾ ഫോക്കസിലിരിക്കുക, ലൈവായിട്ടിരിക്കുക. രാവിലെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാറുള്ളത് എപ്പോഴും ഇങ്ങനെ ലൈവായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് മേലോട്ട് പോയി കഴിഞ്ഞ് നോക്കാം. നല്ല എൻട്രീസ് ഒന്നും കാണുന്നില്ല. ഫോക്കസ് സെല് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ ഇത് അത്ര ഒരു ഷോട്ടല്ല തോന്നി. ഓക്കെ, വേറെ നോക്കാം. ഒരു എൻട്രി കൂടെ എടുത്തു. 50-50 നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ഇവിടെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ക്യാൻഡിൽ, ആ ക്യാൻഡിൽ ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിലിന് ശേഷം ഒരു സെല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ അപ്പറിൽ വേറൊരു റെസിസ്റ്റൻസ് ഉള്ളത്, തൊട്ട് മുകളിൽ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി ഈ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തേക്കുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, നമ്മൾ 2 ട്രേഡ് എടുത്തിരുന്നത്. ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ലോസായി. പക്ഷെ ലോസ് ആയതിന് ശേഷം പെട്ടെന്ന് താഴേക്ക് വന്നു. പിന്നെ രണ്ടാമതെടുത്തത് EUR/USD അത് പ്രോഫിറ്റായി. പക്ഷെ ലോസ് ആയത് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് മിസ്സാണ്. പക്ഷെ ഇത് മേളിലോട്ട് പോകുന്നില്ല, അപ്പോൾ താഴോട്ട് വരാൻ തന്നെയാണ് ചാൻസ്. ഒരു എൻട്രി കൂടി അവിടെ നടത്തി നമുക്ക് നോക്കാം. സിംഗിൾ എൻട്രി ആണ് നടത്താൻ കാരണം ഗ്രീൻ ക്യാൻഡിൽസ് ആർ സ്മോൾ, ദാറ്റ്സ് വൈ. നോക്കാം. 5 മിനിറ്റായി ട്രേഡിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് 5 മിനിറ്റിലോട്ട് കടന്നു. ഇപ്പോൾ ഈ വരുന്ന ബയേഴ്സ് എന്ന് പറയുന്നത് അത് മേ ബി ഫേക്ക് ബയേഴ്സ് ആയിരിക്കാം. മേളിലോട്ട് കുറച്ച് മൂവാക്കി സ്റ്റോപ്പ് ലൂസ് അടിപ്പിച്ചതിന് ശേഷം താഴേക്ക് വരാൻ വേണ്ടിയും ആയിരിക്കാം പെട്ടെന്ന് ചാടി മേളിലോട്ട് പോയത്. ഈ താഴത്തെ സപ്പോർട്ട് ലൈൻ കണ്ടോ, ആക്ച്വലി അവിടേക്ക് വരേണ്ടതാണ്.
വീണ്ടും ലോസായി, ലാസ്റ്റ് നിമിഷം ലോസായത് കണ്ടോ. ഭൂരിഭാഗം സമയത്ത് താഴെ തന്നെ ആയിരുന്നു. ഈ 2 ട്രേഡും ലാസ്റ്റ് സെക്കൻഡിലാണ് ലോസ് ആയിരിക്കുന്നത്. നാല് ട്രേഡ് എടുത്തു. താഴേക്ക് വരുമെന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് എടുത്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് സെക്കൻഡിലാണ് 2 ട്രേഡും ലോസ് ആയത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കാൻ വേണ്ടി ആവാം ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. നമുക്ക് എന്തായാലും ഇതൊരു ഇമോഷനെയും കൂടി നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന ഉള്ള ഒരു എക്സാമ്പിളാണ് ഈ ട്രേഡ്. അപ്പോൾ ഓൾറെഡി ഞാൻ 2 ട്രേഡ് ഇതിൽ എൻട്രി ചെയ്തു. ഇത് 3ാമത്തെ എൻട്രി ആണെന്ന് പറയാം. അപ്പോൾ ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഈ ട്രേഡിലൂടെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, പ്രോഫിറ്റായി. നമുക്ക് വന്ന 2 ദിവസം നമ്മൾ കവർ ചെയ്തു. അത് ആക്ച്വലി അവിടെ സ്ട്രോങ് ബയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെടുത്ത 2 ട്രേഡ് ലോസ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ അത് മേലോട്ട് കൊണ്ടു. പക്ഷെ മേലോട്ട് പോയില്ല. അപ്പോൾ അവിടെ സെല്ലേഴ്സ് തന്നെയാണ് അധികം. ഓക്കെ, ഇനി അടുത്ത പേരിലോട്ട് പോവാം. ഓൾറെഡി കുറച്ചായി ഇതിൽ. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഇത് ഈ ഭാഗത്തൊരു സപ്പോർട്ട് ചെറുതായിട്ടുണ്ട്. നോക്കാം. ഇവിടെ താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഇതിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് താഴേക്ക് പോകാൻ. അപ്പോൾ ഈ കറൻറ്റ് ക്യാൻഡിൽ കുറച്ച് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ആ റെസിസ്റ്റൻസിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാൻ ശ്രമിക്കാം. ഉറപ്പില്ല വരുമെന്നുള്ളത് നോക്കാം. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് ഈ നിൽക്കുന്നത്. പക്ഷേ ഇത് ഒരു റാൻഡം എൻട്രി ആയി പോകും. 50-50 ആയി പോകും എടുത്തു കഴിഞ്ഞാൽ. വേണ്ട, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ചെറുത്, അത് ബ്രേക്ക് ചെയ്തു. ഒരു ക്യാൻഡിലൂടെയും വന്നു. അത് ഒരു ഫുൾ ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വിക്ക് അധികം നീളമില്ലാതെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എൻട്രി നടത്താം. ഇപ്പം എൻട്രി നടത്തി കഴിഞ്ഞാൽ അത് ഒത്തിരി റിസ്ക്കിയാണ്. ചിലപ്പോൾ ഒരു ക്യാൻഡിലൂടെ മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക്കിയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ ഈ കറൻറ്റ് ക്യാൻഡിൽ ചിലപ്പോൾ മേളിലോട്ടായിരിക്കും. ഇവിടെ നമുക്ക് ഓൾറെഡി അത് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെയാണ് റെസിസ്റ്റൻസ്. അവിടെ വന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്താലാണ് അതൊരു ഷോർട്ട് ആവും. മേലോട്ട് പോകാൻ കഷ്ടപ്പെടുന്നു, പോകുന്നില്ല. ആക്ച്വലി ഇത് ഗ്രീൻ ആവേണ്ടായിരുന്നു കേട്ടോ. ഗ്രീനായി. അപ്പോൾ കുറച്ച് ബയേഴ്സ് അങ്ങ് വന്നു കഴിയുമ്പോൾ അടുത്ത ക്യാൻഡിൽ സെല്ലായിട്ട് തിരിച്ചു വരണ്ടായിരുന്നു. സിംഗിൾ ട്രേഡ് എടുത്തുള്ളൂ, അത് സെല്ല് ചെയ്തു. നോക്കാം, വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് 5 minutes ഓഫ് ദി സെഷൻ. ഓക്കെ, ഓൾറെഡി ഈ സെഷൻ 10 minutes ആയി. ഞാനിപ്പോൾ ഇങ്ങനെ ടോക്ക് ചെയ്ത്
ലൈവായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലോസും വരാം. അപ്പോൾ ആ ലോസിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് എനിക്കും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു പഠനമാണ്. ആ പഠനം നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യുന്നു. പിന്നെ ഞാനിത് ലൈവായിട്ട്, അതായത് റോയായിട്ട് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഇതിൽ പ്രോഫിറ്റ് വരുന്ന ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു റീൽ പോലെയോ അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ഒരു 5 മിനിറ്റുള്ള വീഡിയോ പോലെയോ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടും. പക്ഷെ ഇത് ഒരു റീച്ചിന് വേണ്ടിയല്ല, കറക്റ്റ് റോയായിട്ട് ഒരു ട്രേഡർ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, അദ്ദേഹം എങ്ങനെയാണ് ഈ ബോർഡത്തിനെ മാനേജ് ചെയ്യുന്നത്. ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണല്ലോ. അപ്പോൾ നിങ്ങളും ഒരു റിയൽ ട്രേഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോറടിയിലൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ട്രേഡറാണെങ്കിലും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ശരി, ഇതായിരിക്കും റിയൽ ട്രേഡിങ്. ഇങ്ങനെ ഇത്രയും ബോറടിച്ചൊക്കെ ഇരിക്കണം, ഇത്രയും വെയിറ്റ് ചെയ്യണം, എന്നാലാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്ടാക്കാതെ ഫുൾ ലെങ്ത് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ഇവിടെ ഒരു എൻട്രി ഉള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആയി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്കൊരു എൻട്രി നടത്താം. ഇപ്പം നടത്തണ്ട. ഇവിടെ സപ്പോർട്ട് എവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അടുത്ത സപ്പോർട്ടിലാണ് ഇത് നിൽക്കുന്നത്, ചെറിയൊരു സപ്പോർട്ട്. ഇപ്പോൾ ഒരു ബൈയിങ് ഇൻഡിക്കേഷൻ ഇവിടെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞു, ഒരു ഇൻവേർട്ടർ ഹാമർ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കുറച്ചുകൂടി താഴേക്കോ ഒരു എൻട്രി നടത്തി. പക്ഷേ താഴേക്ക് വരുമ്പോൾ നമുക്കറിയാമായിരുന്നു. പക്ഷെ എന്നാലും മൾട്ടിപ്പിൾ എൻട്രി നടത്തി. അതായത് ഞാൻ ഇപ്പോഴായിരുന്നു ആക്ച്വലി ഒരു സിംഗിൾ ട്രേഡ് എടുക്കേണ്ടത്. അത് നേരത്തെ ആയിപ്പോയി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോൾ മൾട്ടിപ്പിൾ എടുത്തേക്കുന്നത്. ഇത് ഈ 3 ട്രേഡ് ലോസിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം പോകാനും ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റിനെ കുറിച്ചുള്ള വിട്ടേക്ക്, ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയൊരു ട്രേഡ് ഈ പെയറിലെടുക്കാതെ അടുത്ത പെയറിലോട്ട് പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സെഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ലാസ്റ്റ് 1 മിനിറ്റാണ് ഇപ്പോൾ റണ്ണിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാനിക്കാക്കാൻ വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോയി നമ്മളത് ലോസ് ആക്കാനൊക്കെ ചാൻസ് ഉണ്ട്, വളരെയധികം ചാൻസ് ഉണ്ട്. ഇപ്പോൾ പോകും താഴേക്ക്, കണ്ടോ, പോയിക്കൊണ്ടിരിക്കണം. പോയില്ല. അപ്പോൾ അത് ലോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലോസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? ലോസിനെ കൺട്രോൾ ചെയ്യാനല്ല, ആ ലോസിന് ശേഷം വരുന്ന ഇമോഷനെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. റിവെഞ്ച് ആക്റ്റീവ് ആണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിവിടെ ലിക്വിഡിറ്റി ഉണ്ടാക്കണം. ഇത് ബ്രേക്ക് ചെയ്യും, മേലോട്ട് പോകും. ഓക്കെ, മേളിലത്തെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഭാഗം വരെ പോവും. നമ്മളുടെ 15 മിനിറ്റ് ടൈമിങ് കഴിഞ്ഞു. എന്നാലും ഇവിടെ എൻട്രി ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഈ മേളിലത്തെ ഈ റെസിസ്റ്റൻസ് ലൈൻ ഇതും ബ്രേക്ക് ചെയ്ത് വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ വരുമ്പോൾ സെല്ല് ചെയ്യുന്നത് റിസ്ക്കിയാണ്. അതായത് വേണമെങ്കിൽ സിംഗിൾ ട്രേഡോടെ എടുക്കാവുന്നതാണ്. ആക്ച്വലി ഇവിടെ വേണമെങ്കിൽ ഒരു സിംഗിൾ ട്രേഡ് എടുക്കാം. ഓക്കെ, ആ സിംഗിൾ ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയി അടുത്ത ക്യാനലിൽ ഫുൾ ഗ്രീൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ സെഷൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട്
തേർഡ് സെഷനിൽ കാണാം.